ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ബിയർഡൊക്കെ ട്രിം ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്നാണ് ഗൈസ് ഷാസ് വരുന്നത്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം പോയി പിള്ളേരെയും പിക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. സോ എനിവേസ്, ഇന്നെന്തായാലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഷാസ് വരുമ്പോൾ എപ്പോഴും ബിസിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ആദ്യം നമ്മൾ പിള്ളേരെ പോയി വിളിച്ചിട്ട് വീട്ടിൽ പോയി പിള്ളേരെയും പൊക്കിയിട്ട് റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് നേരെ എയർപോർട്ടിലോട്ട് പോകും, എന്നിട്ട് അവനെ പിക്ക് ചെയ്യാം. അങ്ങനെ ഗൈസ്, അവരെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഇനി അടുത്ത ആളെ പിക്ക് ചെയ്യാം. 4:45 ഇനിയിപ്പോൾ 5:30 എന്തോണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം പതുക്കെ അങ്ങ് പോവാം എയർപോർട്ടിലോട്ട്. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മറ്റേ ഫ്ലൈറ്റ് വരുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മൾ. അവർക്ക് ഫ്ലൈറ്റ് കാണിച്ചു കൊടുക്കാനായിട്ട്. ഫ്ലൈറ്റ് കാണാൻ നടക്കും എന്ന് തോന്നുന്നില്ല, പക്ഷെ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും നിപ്പുണ്ട്. നോക്കാം ഗൈസ്, ഫ്ലൈറ്റ് വല്ലതും വരുന്നെങ്കിൽ കാണിക്കാം. അപ്പോഴേക്കും അവൻ വിളിക്കുമെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് പോകുന്നത് ഫ്ലൈറ്റ് വരുന്നത് കണ്ടില്ല, പക്ഷെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഗൈസ്. ഓ, ദാറ്റ് ഈസ് കൂൾ. തലേനെ മണ്ടേ കൂടാ. സീൻ അല്ലേ? ഓഹോ, അത് കൊള്ളായിരുന്നു കേട്ടോ ഗൈസ്. തലേനെ മണ്ടേ കൂടെ ഫ്ലൈറ്റ് പോയി. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വി കുഡ് സീ ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത്. മുട്ട സൂര്യ കണ്ണടിച്ചു ആൾക്കാരുടെ കണ്ണുപോകും. അപ്പോൾ എന്തായാലും ഗൈസ്, അവർക്ക് ഒരു ഫ്ലൈറ്റ് കാണിച്ചു കൊടുത്ത് തലേനെ മണ്ടേ കൂടെ പോകുന്ന ഫ്ലൈറ്റ്. ആക്ച്വലി വി ഷുഡ് ഹാവ് ഗോട്ട് ഔട്ട് ആൻഡ് സീൻ. മിസ്സായി. നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. Then we will see. Again. ഇതെന്താണ് ഇത്? My God, I'm gonna get out. അങ്ങനെ ഗൈസ്, ഫ്ലൈറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഫ്ലൈറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴേക്കും ഷാസും വിളിക്കും. ഇതുവരെയാണ് വിളിച്ചിട്ടില്ല, ലാൻഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ ഫ്ലൈറ്റ് പൊങ്ങണ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പം നിങ്ങൾക്കും കാണിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ ഗൈസ്. ഇവിടെ നിന്നാണ് പൊങ്ങി വരുന്നത്. ഇപ്പോൾ 2 ഫ്ലൈറ്റ് പോയി. ഞാൻ അത് എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ വർക്കായില്ല. സോ ലെറ്റ് സീ ഗൈസ്, വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോവാം. ഗൈസ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മാത്രമല്ല, നമുക്ക് ട്രെയിൻ പോണതും കാണാൻ പറ്റും, കാറ് പോണതും കാണാൻ പറ്റും, ഫ്ലൈറ്റ് പോണതും കാണാൻ പറ്റും. ഇത് നല്ല സ്പോട്ടാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സംഭവം പൊളിയാണ് കേട്ടോ. ഒരു ഫ്ലൈറ്റ് കൂടെ പോയിരുന്നെങ്കിൽ സെറ്റായിരുന്നു, പക്ഷേ ഫ്ലൈറ്റൊന്നും ഇല്ല ഗൈസ്. എല്ലാം പറന്ന് പൊങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവനെ പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്. അവൻ ഇറങ്ങി. ഈ ഒരു മെട്രോ പില്ലേഴ്സിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ ഒക്കെ അടിയിലുള്ള ഈ സാധനം പോലെ എല്ലാ മെട്രോയുടെ അടിയിലും പെയിൻറ് ചെയ്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. അവരുടെ ബീൻ സോ പ്രിട്ടി. കംപ്ലീറ്റ് അവർ അങ്ങനെ പെയിൻറ് ചെയ്തിരുന്നെങ്കിൽ ദ ഹോൾ സിറ്റി നല്ല രസമായിരുന്നു ഗൈസ്. സോ ഡു സംതിങ് ഗൈസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യിപ്പിച്ചാൽ സിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആവും. കാണാനും ഒരു രസമുണ്ട്, ഒരു ആർട്ട് വൈബും ഉണ്ട്. ഇപ്പോൾ ഗ്രാഫിറ്റി ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്ന് ഒരു പെർമിഷൻ കൊടുത്താൽ മതി, ദേ വിൽ ഡ്രോ ഇറ്റ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അതോറിറ്റീസ് പ്ലീസ് ടേക്ക് നോട്ട്. ഗ്രാഫിറ്റി ആർട്ടിസ്റ്റുകൾ ഇങ്ങനത്തെ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുക. പരസ്യമൊക്കെ പതിക്കുന്നതിന് പകരം ഇറ്റ് വുഡ് ലുക്ക് മച്ച് ബെറ്റർ. എനിക്കറിയാം ഇൻകം വേണ്ടി വരും, എന്നാലും റവന്യൂ സോഴ്സ് ആണ് നിങ്ങൾക്കൊക്കെ. പക്ഷെ എന്നാലും കാണാനൊരു രസം ഉണ്ടായിരുന്നു തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിരുന്നെങ്കിൽ. ചില സെക്ഷനുകളിൽ വേണമെങ്കിൽ ഈ പില്ലറിൻ്റെ ഒക്കെ താഴെ വല്ല ഡിജിറ്റൽ ബോർഡ് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണമെങ്കിൽ റവന്യൂ ഉണ്ടാകാം. പക്ഷെ ഈ തൂണൊക്കെ ഇങ്ങനെ കളർഫുൾ ആക്കായിരുന്നു നല്ല രീതിയിൽ, വെറുതെ സിമെന്റ് പെയിന്റ് അല്ലാതെ. എനിവേസ്, അവനെ വിളിക്കട്ടെ ഗൈസ്. ഇറങ്ങാറായി, വന്നതേ ഉള്ളൂ, പക്ഷേ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ പ്രവാസി സൂക്ക് എന്ന് പറഞ്ഞ ഒരു കടയിലെത്തി. അവ ഇറങ്ങാൻ ഇനിയും ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ദാഹിച്ചു. അപ്പം ഞാനൊരു ടാറ്റ കോഫി, കോൾഡ് കോഫി അതും മതി. പക്ഷേ ഗൾഫ് കടയിലും കുറേ കൂടുതലും ഇന്ത്യൻ സാധനങ്ങളാണല്ലേ. ഇവരെന്താ പറഞ്ഞത്? അതെന്താ കാണിച്ചത്? കിൻസ. ഇത് ഫോറിൻ സാധനം അവിടെ കിട്ടുന്നതാ. അപ്പോൾ ശരി ഗൈസ്, ഇവരെ ടാറ്റേര കോൾഡ് കോഫി, ബെൽജിയൻ ചോക്ലേറ്റ്സ്. കുഴപ്പമില്ല, നോട്ട് ബാഡ്. ബെൽജിയൻ ചോക്ലേറ്റ് ഫ്ലേവേർഡ് കോഫിയാണ് ഗൈസ്. സാധനം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നമുക്ക് എത്ര പേർക്ക് ഈ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് വന്ന് ചെക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് പണ്ട് പോലെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദുബായിലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ലൈറ്റ് ഹൗസ് എന്നൊരു കടയുണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ദുബായിലെത്തിയ പോലെയാണ്. ഫുൾ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. അന്നേ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ദുബായിയൊക്കെ കണ്ട് തളർന്ന് വന്നാലും നമുക്ക് ഇങ്ങനത്തെ ഷോപ്പിൽ വരുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. എന്തൊക്കെ അവിടെ ഉള്ളത് ഇവിടെ എത്തിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അറിയാനുള്ളൊരു ആഗ്രഹം. ഇറ്റ്സ് ഫൺ. ഒത്തൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകൾ ഒരുപാടുണ്ട്. നമ്മുടെ സിറ്റിയിലും ഉണ്ട്. പാൻട്രി, അജ്വാനൊക്കെ
അജ്ഫാൻ അല്ലേ, അജ്ഫാൻ. അതൊക്കെ വന്നതോടുകൂടി ഇപ്പോൾ എല്ലാവർക്കും സിറ്റിക്കകത്തുള്ളവർക്കും ഇതൊക്കെ പോയി വാങ്ങിക്കാം. പക്ഷെ മാത്രമല്ല, എനിക്ക് ഈ മുട്ടായി സാധനങ്ങളും മാത്രമല്ല, എനിക്ക് ഇലക്ട്രോണിക്സ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളും ടോയ്സ് ഇതൊക്കെ കൊണ്ടുവരണ കടകളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഹോട്ട് വീൽസിൻ്റെയൊക്കെ ഇവിടെ കിട്ടാത്ത എഡിഷനൊക്കെ ഇതിൻ്റെ അത് കാണും, ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ കാണും. കുനാഫ പിസ്റ്റാഷ്യോ വിത്ത് ചോക്ലേറ്റ്. ഇത് കാലിക്കട്ടിലുള്ള എന്തോ ബ്രാൻഡാണ്, പക്ഷെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഉണ്ട്. ഫുഡ്സ് അവരുടെയാണ്. 229 രൂപ. കാലിക്കട്ടല്ലേ? അത് തന്നെ. ഫുഡ്സ് ഇന്ത്യ, കോഴിക്കോട്, കേരള. അത് കൊള്ളാം കേട്ടോ. നമ്മളെ കേരള ബ്രാൻഡാണ് ഗൈസ്. കഴിച്ചു നോക്കട്ടെ. അൺബോക്സ് ഇറ്റ്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ കാലിക്കട്ടുകാരുടെ സ്വന്തം ദുബായ് ചോക്ലേറ്റ്സ്. ഒരുമാതിരി ബാറോൺ പോലെയുണ്ട്. നോട്ട് ബാഡ്. അതാ ടേസ്റ്റ് അല്ലേ ഗൈസ്? കാലിക്കട്ടിലെ ചോക്ലേറ്റ് ആണെങ്കിലും വേറൊരു ടേസ്റ്റ്, വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ റിപ്പ് ഓഫ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം പുണ്ണാക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ്. ദിസ് ഈസ് ലൈക്ക് ആക്ച്വലി നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ എന്തിൻ്റെ ടേസ്റ്റാണ് കൂടുതലും? പിസ്തയിലാണ്, ചോക്ലേറ്റിൻ്റെയാണ് ടേസ്റ്റ് കൂടുതലും. ഇപ്പോൾ കുനാഫയുടെ ടേസ്റ്റ് കുറവാണ്, പക്ഷെ ഭയങ്കര ഗൂയിയായിട്ട് കഴിക്കാൻ നല്ല രസമുണ്ട്. ആ ചോക്ലേറ്റും ആ കുനാഫയുടെ ക്രഞ്ചും വേറൊരു ടേസ്റ്റ് ആട്ടോ. ഇത് ദുബായ് ചോക്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യില്ല, ബിക്കോസ് അത് വേറെ ആൾക്കാരുണ്ടാക്കിയതാണ് ദുബായ് ചോക്ലേറ്റ്. അത് അവരുടെ ക്രിയേഷൻ, അത് നമ്മുടെ നാട്ടിലെ കാലിക്കട്ടുകാരുടെ ക്രിയേഷൻ. പക്ഷേ ടേസ്റ്റി, യമ്മി. ഡു ഹൗസ് ഇറ്റ്? ഇന്ന് എനക്കും ഇല്ലല്ലോ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടു കേസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ചോക്ലേറ്റ്. ഗുഡ് ലക്ക്. ഫുഡ്സ് അല്ലേ? ഫുഡ്സ് കാലിക്കറ്റ്, ഗുഡ് ജോബ്. നല്ല അടിപൊളി ചോക്ലേറ്റ്, ഇഷ്ടപ്പെട്ടു. ഫുഡ്സ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ പോയി ഷാസിനെ വിളിക്കട്ടെ. വിളിച്ചില്ല ഇതൊരിക്കായിട്ടും. അപ്പോൾ എനിക്കൊന്ന് ഇറങ്ങാറായി കാണാം ഗൈസ്. എൻ്റെ മൈക്ക് എനിക്ക് വണ്ടി ഓട്ടിക്കണമെന്നുള്ളത് കൊണ്ട് സനി വന്നു ഗൈസ്. അങ്ങനെ ഒരു ടർബുലൻസ് യാത്രയിൽ നിന്ന് ഞാൻ വീണ്ടും ടർബുലൻസാ? മരണമായിരുന്നു. എന്റെ തല ഇറങ്ങണ് ഇപ്പോഴും. ആയിട്ട് ചുറ്റിച്ച് മറ്റേ ഈ സാധനം ഭയങ്കര ക്ലൗഡും എന്തോ സീൻ. അപ്പോ ഇതെന്തോന്നു? ടാങ്ക്? എന്താ അത്? മിലിറ്ററിയാ? സോംബി അറ്റാക്ക് വല്ലതും ഉണ്ടോ? സീൻ കേട്ടാ, നല്ല അടിപൊളി സാധനം. ആർമിയുടെ വണ്ടി പോലെ. സൂപ്പർ സാധനം ഗൈസ്. അങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ്. മെഷീൻ ഗണ്ണൊക്കെ. നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഞാനുണ്ടാവും ഈ ബ്ലോഗിൽ. അപ്പോൾ യെസ് ഗൈസ്, സനിക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു, ഇപ്പൊ എനിക്കത് വേണ്ട. ലെൻസ്. മാക്രോ ലെൻസ്. ഈ സാധനം പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഊരി ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. പക്ഷെ വ്ളോഗ് എടുക്കാൻ പറ്റും ഇതിട്ട് കഴിഞ്ഞാൽ. ക്വാളിറ്റി ആകെ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. വെള്ളം കയറാൻ നോക്കിയാ പോലെ. അല്ല, ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിപ്പോ ലോകം മൊത്തം കാണാം. ഇതിൽ മാക്രോ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഇട്ടിട്ട് നമ്മളെ ഫേസിലോട്ട് ആക്കരുത്. എന്റെ മറ്റേ ബർഗറിന്റെ വ്ളോഗ് ഓർമ്മയുണ്ട? അതേപോലെ എഫ് മാറ്റിയാ മതി. ഇത് പക്ഷേ നമ്മളിപ്പോ ഇത് ഏറ്റവും മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ അപ്പർച്ചർ ഹൈയിൽ ഇട്ടാ മതി. അപ്പൊ എല്ലാം ക്ലിയർ ആവും, ഫോക്കസ് ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാനിപ്പോ നമ്മളെ ഇൻസ്റ്റാ മറ്റേ ലൂണയാണല്ലോ. എവിടെ ലേഡീസ്? നീക്ക് കിൻസ് എവിടെ നടി കിട്ടിയത്? നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഡ്യൂട്ടി ഫ്രീ പെറ്റ് ഷോപ്പിൽ കയറിയിട്ട് എനിക്കും വേണമായിരുന്നു കിൻസ. കിൻസയുടെ ലൈറ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ്. ലൈറ്റ് ഒന്നുമില്ല, ലൈം വൺ. ദാറ്റ്സ് മൈ ഫേവറേറ്റ്. ഇവിടെ കിട്ടുമോ എന്തോ എനിക്കറിവിടെ. ഓറഞ്ച് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ എന്റെ തല ഇറങ്ങണം. ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗിൽ പെട്ടി പൊട്ടിക്കൽ വ്ളോഗാണ്. അതിനകത്ത് ദുബായ് പെട്ടിയിൽ എന്തൊക്കെയാ എന്റെ ജട്ടിയെ കൊണ്ട് അതൊക്കെ കാണിച്ചു തരാം. കീറിയ പൊത്ത വീണ ജട്ടിയെ കൊണ്ട് ഗൈസ്. അപ്പൊ അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. പക്ഷേ പെട്ടിയിനകത്ത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് വീട്ടിലെത്തുമ്പോൾ കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ എന്തായാലും വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ദുബായ് പെട്ടി പൊട്ടിക്കാൻ. ദുബായ് പെട്ടി വന്നിരിക്കുകയാണ്. ഇതൊരു പെർഫ്യൂം കടയാണ് ഗൈസ്. ഇതെന്റെ ബാറ്റ്മാൻ പെട്ടി. ഇതാണ് അമ്മാരത്. ഇത് മമ്മീന്റെ ബാഗ്. സ്റ്റീവ് മാഡി. എവിടെ ഇതാണോ നമ്പർ 1? Oh my god, I got new caps guys. Number 2. I got another one. This is customized item. മെക്ലാരന്റെ തൊപ്പിയിൽ വിത്ത് കോൾ മീ ഫ്ലാഷ്. ഇതെന്റെ വാച്ച് ബ്രാൻഡിങ്. ഇത് അവന്റെ ഷൂസ്. ഇബിനുവിന്റെ ആ വരുമല്ലേ ഗിഫ്റ്റ്. ഗൈസ്, ഇബിനുവിന്റെ ബർത്ത്ഡേ ആണ് 13-ാം തീയതി. അപ്പൊ അവന് വേണ്ടി ഞാനൊരു ജോർഡൻ മേടിച്ചു. അവൻ ഈ വെടിക്കെട്ട് ഇടിവെട്ട് സൂണ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എന്റെ അയൺ മാൻ. ഓ മൈ ഗോഡ്, ഇതൊന്നും എനിക്ക് എന്റേതാണ് ഗൈസ്. ഈ ഒരു ആക്ഷൻ ഫിഗർ ബോക്സിംഗ് നമ്മൾ കാണിക്കുന്നു. 2, 3, 5. All of it Jujutsu Kaisen. ഫൈനലി അവളെ മുഖത്ത് വെച്ച് സന്തോഷം കണ്ട്.
he thought just 2 books. അവളത് ആകെ 2 ബുക്കേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. അതാണ് ഈ സന്തോഷം. She didn't expect it. അതായി. ഹാപ്പി ആയ ജിഡു? ജുജുത്സു കേസന്റെ ആണ് ഗൈസ് ബുക്ക്. മറ്റേ സ്പ്രേ അവളെ അനിമെ ഫാനാണ് ഗൈസ്. കാർത്തിക്കിന്റെയും കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ പക്ഷേ ഐറ്റം ഉണ്ട്, സർപ്രൈസ് ആണ്. അത് നമ്മൾ കാണിക്കുന്നില്ല. അത് ഞാൻ മറ്റേ അത് അവനെ കൊടുക്കുന്ന ദിവസം ഇത് ആ വീഡിയോയിലിടാം. ഇത് സനീര മറ്റേ ബെയർ ബ്രിക്സ്. ഓ ഇത് കൊള്ളാം കേട്ടോ, ക്യൂട്ട് സാധനങ്ങൾ. ബെയർ ബ്രിക്ക് ഈ എൻ്റെ കമ്പ്യൂട്ടറിന്റെ ടേബിളിൽ മറ്റേ പോകാനുള്ള സാധനങ്ങളാണ് ഗൈസ്. നമുക്ക് അവിടെ പോയി അൺബോക്സ് ചെയ്യാം. അത് ഇത്ര ചെറിയ സ്പ്രേ. സോക്സിന്റെ അകത്ത് സ്പ്രേ മണം ഉണ്ടല്ലോ. ഇത് ആണുങ്ങളാണ് പെണ്ണുങ്ങളെ? ഇത് ഗൈസ് 1500 ദിർഹത്തിന്റെ സ്പ്രേ ആണ്. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ട ഈ സാധനം അമൗജ് ഒന്ന് മണത്ത് നോക്കിയേ. നിങ്ങളെ ബാഗ് അയ്യോ പിന്നസ് ഉണ്ട്. സ്റ്റീവ് മാർഡൻ. ഇതെന്തോ ഇതാണ് ലേഡീസ് അല്ലേ ഇത്? എടാ ഏത് അമ്മോജി ഒന്ന് മണപ്പിച്ച് നോക്കിയേ. ഓ ആണ് ഉമ്മാക്കൊന്ന് കൊടുത്തേ. നല്ല മണം. ഒന്ന് എടുത്ത് ഇത് വൺ ഓഫ് നിങ്ങൾ എന്റേതാണ് ഞാൻ, പക്ഷെ എനിക്ക് അടിച്ചു നോക്കിയേ. നല്ല മണം. ഒറ്റ അടി മതി. സനീര സ്പ്രേ നമ്പർ 1. ഇത് ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനമാണ് ഗൈസ്. ഉമ്മാര സ്പ്രേ നമ്പർ 1, സനീര സ്പ്രേ നമ്പർ 2, ഇത് എന്റെയാണ് ഗൈസ്. സനീര സ്പ്രേ നമ്പർ 3, ഒബ്സീഡിയൻ. ഇത് ഏതായിരുന്നു? ഒബ്സീഡിയൻ. സെനോയർ അസ്മാരി സനീര സ്പ്രേ നമ്പർ 4. സങ്കടം നോക്കിയാണ്. ഉമ്മാര സ്പ്രേ നമ്പർ 3. ഇതൊക്കെ ആണുങ്ങളെ സ്പ്രേ ആണ്. അവര് അമൗജ് കിട്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഉമ്മാര സ്പ്രേ നമ്പർ 4. മതിയല്ല, സന്തോഷമായല്ല. 5. മതിയല്ല, സന്തോഷമായല്ല. സനീരെ ഡാഫി ഡാക്ക്. ഓ ഗൈസ്, ഇതാണ് ഡാഫി ഡക്ക്. ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഈ സാധനം കൊള്ളാം. ഇതാണ് പിള്ളേര് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്ത 2 ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ജെൻ ആൽഫയുടെ ലോകത്തുള്ള 2 കിടില സാധനമാണ്. ഇത് വൃത്തികെട്ട ടോയ് ആണ്. ഞാൻ ഒരിക്കലും ഇത് ആരെടുത്തും പറയൂല. പക്ഷെ ഈ 2 നീഡോ വേണം എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചാണ്. നീഡോ ഏതാണ് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? മൈനസ് ബ്ലൂ. സനിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ടോയ്. എന്റെ കമ്പ്യൂട്ടർ ടേബിൾ ഒന്ന് അറിയാം. സനിക്കുള്ള അടുത്ത ഫെറാറി. ഇതൊക്കെ ഞാൻ പറഞ്ഞ് വരുത്തിയതാണ് ഗൈസ്. സോനുവിന് വാങ്ങിച്ചതാണ് ഗൈസ് ഫെറാറി. അവന്റെ കാറി വെക്കണ്ട, അവന്റെ ചുവന്ന കാറാണ്. കൊള്ളാം. ഒരു ചാക്കുണ്ടല്ലോ ബുൾഡാഗ്. ഹീറോണോ ടോയ് ആണ് കേട്ടോ ഇതൊക്കെ. അതൊക്കെ എന്തൊക്കെയോ ന്യൂജൻ ടോയ്സ് ആണ് ഗൈസ്. ഇത് സനീര മെട്രിക്സ്. ഇത് ഞാൻ കാർത്തിക്ക് മേടിച്ച കാർഡ്. കോണ്ടിനെന്റൽ മറ്റേ ചീട്ട് അവനെ ചീട്ട് കളക്ഷൻ ഉണ്ടല്ലോ. ഇത് ചെറുതാണല്ലേ, കാറിൽ വെക്കാൻ പറ്റി. ഏതെങ്കിലും ഒരെണ്ണം കാറിന്റെ അകത്ത് വെക്കാന്നുള്ള പ്ലാനിലാണ്. ഇനിയുള്ള കാർത്തിക് സൂര്യക്കുള്ള ഗിഫ്റ്റ് ആണ് അത്. പക്ഷേ അത് അവൻ കാണുമ്പോ നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ കാണാം ഗൈസ്. ഇതിപ്പോ നമ്മളുടെ മാത്രം സാധനങ്ങളാണ്. ഇത്രയും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്. അയ്യോ ഇതെന്തോടെ അത്? ഓ ഇതാണ് സാധനം. ഇതോടെ ഗ്രംബി ഫേസ് ഉള്ള സാധനം. അടുത്തത് അവർക്ക് കിട്ടിയത് ചാർജിങ് കേബിള്. ഓ ഇത് ചാർജിങ് കേബിൾ ആണോ? ഓ എല്ലാം ഉണ്ടല്ലോ. ഇതല്ലല്ലോ, ഇതൊന്നും സാധനം. അവളെ ഹലോ കിറ്റി ക്യൂട്ട്നെസ് സാധനങ്ങളാണ്. മോളിക്ക് ഇത്തിരി വെയിറ്റ് ഉണ്ട്. ഇതാണല്ലേ മോളിക്കുട്ടി. ഇതാണ് കേസ്. ഇതൊക്കെ ഓരോരോ ടോയ്സ്. ലബൂബ്. ഇതാണ് അവളുടെ പുതിയ ലബൂബു, പച്ച ലബൂബു. ഓ മൈ ഗോഡ്, ക്യൂട്ട് സാധനങ്ങളാണ്. കംപ്ലീറ്റ് കുറെ ഫ്ലഫി സാധനങ്ങൾ കേസ്. ഇതാണ് ഹീറോണോ? ഇത് മറ്റേ ചാർജർ. ഇതാണ് ഹീറോണോ? ഓ മറ്റേ ഇതാണല്ലേ മറ്റേ സാധനം. ഇത് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഓ ഇത് നിനക്ക് കിട്ടിയല്ലേ? ഓ കരടി വിത്ത് പല്ല്. അപ്പൊ ഗൈസ് ഞാൻ എന്റെ സാധനങ്ങളും കൊണ്ട് എന്റെ മുറിയിൽ പോയിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാം. നമ്മൾ റാബട്ടിനെ മേടിച്ച റാബട്ട് ഞാൻ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ചതാണ്. ഒരു കളിപ്പാട്ടം പരിപാടിയാണ്, പക്ഷെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ടോക്കിംഗ് റോബോട്ട്സ്. ഓ എന്തൊക്കെ തെറിച്ചൊക്കെ പോകണം. അതെന്തോ തൂക്കിയിട്ടുണ്ട് നടക്കാനുള്ളതാണ്. കൊള്ളാം കേട്ടോ, ഈ സാധനം രസമുണ്ട്. ഇതാണ് സാധനം ഗൈസ്, കൊള്ളാം. നല്ല ക്യൂട്ട് സാധനം. ലെറ്റ് മീ ചാർജ് ഇറ്റ് ആൻഡ് കം. അങ്ങനെ ഗൈസ് അവൻ ഈ ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിച്ച റോബോട്ട് കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് സാധനം. സംസാരിക്കുകയൊക്കെ ചെയ്യും. പല ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്. പിള്ളേർ ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ ഞാനിത് കൊടുക്കൂല. അല്ല എനിക്കിത് മതി, ചെറുത് മതി. വലുത് ഞാൻ യൂസ് ചെയ്യൂല. ഇത് നല്ല ക്യൂട്ട് ഐറ്റം ഗൈസ്, കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. പിള്ളേർ ഇത് അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കൂല ഗൈസ്. ഈ സാധനം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൽ വയ്ക്കുന്നതായിരിക്കും. അവർക്ക് വല്ല മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. ഇതാണ് വൺ ഓഫ് ദി പെർഫ്യൂം. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അപ്പം ലൈവായിട്ട് നമ്മളിപ്പോൾ തന്നെ ഇതിൻ്റെ അൺബോക്സിങ് നടക്കുകയാണ്. ഇതാണ് ഗൈസ്. ഓ കൊള്ളാം, നല്ല ബോട്ടിൽ കേട്ടാ, രസമുണ്ട്. അടിപൊളി ബോട്ടിൽ, കൊള്ളാം അല്ലേ? അടിപൊളി. ട്രൈ ഇറ്റ് ഗൈസ്.
വെറൈറ്റി, ഒരു വെറൈറ്റി സ്മെൽ. പക്ഷെ ഒരു ടുബാക്കോടാ. പക്ഷെ ഒരു ചെറിയൊരു ഊതിന്റെ സ്മെൽ. ഇതെന്റെ പുതിയ ക്യാപ്പാണ്. ചെയ്തോളാം. ഇത് എനിക്ക് പിന്നെ മണപ്പിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗൈസ്. അത് ഞാൻ എപ്പോഴും ഞാൻ കൊണ്ടുവരാൻ പറയും. ഒബ്സീഡിയൻ. ഇതാണ് ഞാൻ അടിച്ചു വരും. അപ്പോഴാണ് ഗബ്രിയൽ ഡെൻവർ. അതാണ് ഇയാളുടെ പേര്. അയ്യോ തുറക്കണം. തള്ളി തുറക്കണോ കതവ് തുറക്കണോ അല്ല. ഓ വാവ്, ക്ലീൻ ആൻഡ് മിനിമൽ. ഒബ്സീഡിയൻ അടിച്ചോട്ടെ ഗൈസ്. ഓ ഇത് കൊള്ളാം. ഇതാണ് ഒരു ഓറഞ്ച് ക്രീം ബിസ്ക്കറ്റിന്റെ തന്നെ. ഓ ഇത് കൊള്ളാം കേട്ടാ ഗൈസ്. ഒരുമാതിരി നല്ലൊരു ഫ്രൂട്ടി, നല്ല ഫ്രൂട്ടി സ്മെൽ കേട്ടാ. സിട്രസി ആൻഡ് ഫ്രൂട്ടി സ്മെൽ. സുബിനോളജി, ടീം സുബിനോളജി ബ്രാൻഡ് അംബാസഡർ അല്ലേ ഇതിന്റെ? ജെനോയറിന്റെ ഒരു പെട്ടി കൊള്ളാമല്ലോ. ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വലിച്ച് തുറക്കാൻ പറ്റുന്ന ഒരു സാധനം. ഓ വാവ്, ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടും ഗൈസ് ഇതിൻ്റെ ഇവിടെ. ഇതാണ് ബോട്ടിൽ. ഓ ബോട്ടിൽ സൂപ്പർ കേട്ടാ, നല്ല രസമുണ്ട്. നൈസ്. ആ ഇതും ഭയങ്കര ഫ്രൂട്ടി തന്നെ അല്ലേ? ഫ്രഷ് സ്മെല്ല്. ഇതുകൊള്ളാം കേട്ടാ. സുബിനോളജി ഗുഡ്. ദിസ് ഈസ് നൈസ്. കറക്റ്റ് ഒരു ദുബായ് മണം കുറേയൊക്കെ. ഇതടിക്കുമ്പോൾ നമുക്കൊരു ദുബൈയിൽ ഉള്ള ഒരു മണം നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം ഐ ലൈക്ക് ഓൾ ത്രീ. ഇത് വെച്ചാൽ നമ്മൾ ഇതൊരു ഊത് ടുബാക്കോ സ്മെല്ല് കേട്ടോ ഈ സാധനം. ഇതിന്റെ ഡിസ്റ്റിങ് സ്മെല്ല് കേട്ടാ. മുമ്പൊന്നും കിട്ടാത്തൊരു മണം. സ്മാൾ ബോട്ടിൽ ഗൈസ്. 100 ml ആണ് പറയൂല. പക്ഷെ നല്ല അതായത് ആ ഗ്രേഡിയന്റ് വരണ നല്ല രസമുണ്ട്. ഇങ്ങനെ ബ്ലാക്കിന്ന് ഇങ്ങനെ നേരെ നല്ല രസം. അടിപൊളി സാധനം കേട്ടോ ഇത്. കൊള്ളാം. നല്ല കുപ്പി. ഡാർത്ത് വേഡർ ഗൈസ്. ഇത് നമുക്ക് അറിയാം. മറ്റേ സാധനവും പിടിച്ചോണ്ടിരിപ്പുണ്ട്. മറ്റേ സേബർ. ഇത് കൊള്ളാം. ഡാഫി ഡക്ക്. ഇതല്ലേ ബിയർ ബ്രിക്ക് ചേസ്. ലെറ്റ് മീ സീ ഗൈസ്. ഓ ഇതും മറ്റേ സസ്പെൻസ് ത്രില്ലർ ആണല്ലേ? ഏതാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഏതാണെന്ന്. ഓ അയൺമാൻ ആണെങ്കിൽ സെറ്റ്. എന്റെ ഫേവറേറ്റ് അയൺമാൻ ആണ് ഗൈസ്. ഇതാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഭാഗ്യം. ഞാൻ ആദ്യം പറഞ്ഞത് അല്ല, പക്ഷെ എനിക്കറിയാലോ എനിക്ക് ഇതേ കിട്ടുള്ളൂ എന്നുള്ളത്. ഫൈനലി ഔട്ട് ഓഫ് അവർ പ്രഡിക്ഷൻ ഞാൻ എന്നെ പറയുകയും ചെയ്തു. എനിക്ക് അയൺമാനാണ് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. കറക്റ്റ് നമുക്ക് അയൺമാനെ തന്നെ കിട്ടി. ഓ വാവ്. ഓ സീൻ കേട്ടാ. ബേറായിട്ടുള്ള അയൺമാൻ കിട്ടാനുള്ള നമുക്ക് കിട്ടാതെ എവിടെ പോവാൻ. നമ്മുടെ മെട്രിക്സിന്റെ സൂപ്പർ സാധനം അല്ലേ? നല്ല ക്ലാസിക് കാർ ഗൈസ്. നല്ല രസമുണ്ട് ഈ സാധനം. ഇത് നമ്മൾ സീന സാധനമാണ് ഗൈസ്. അയൺമാൻ ഫെൻ. അത് നമ്മൾ കാറി വെച്ചാലോന്ന് ആലോചിക്കണം. ഇതാണ് ഗൈസ് അയൺമാൻ. ഓഹ് എന്റെ പൊന്നു കിടിലം. സൂപ്പർ ആട്ടോ. എന്തോടെ എന്റെ അകത്ത് വേറെ കൈയും കാലൊക്കെ ഇരിക്കും. അത് നമുക്ക് മാറ്റി മാറ്റി വെക്കാം. ഓ ഐ സീ. വടിയെ കുത്തി നിർത്താനായിട്ട്. ഓ അപ്പൊ സെറ്റ് ഇങ്ങനെ ഇതിന്റെ പല പല സാധനമായിട്ട് ചെയ്യണം. ഓ എന്തൊരു പാക്കിംഗ് ആണ് ഇത്. പക്ഷെ എന്റെ അമ്മോ ഡീറ്റെയിലിംഗ് നോക്കിയേ. പൊള്ളി ഡീറ്റെയിലിംഗ് കേട്ടാ. അതായത് ഡീറ്റെയിലിംഗ്. വലുതും. ഇത് സീന് സാധനം കേട്ടാ. ഓഫ് കൈയെടുത്തോക്കടാ കിടിലം. പൊളി സാധനം. ജില്ല അയൺമാൻ ഗൈസ്. എന്റെ കമ്പ്യൂട്ടർ ടേബിൾ ഞാൻ കുറച്ച് സെറ്റ് ആക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ അൺബോക്സിങ് പെട്ടി. മൊത്തം സാധനങ്ങൾ, പെർഫ്യൂം, കാറുകൾ എല്ലാം കിട്ടിയിരിക്കുകയാണ്. പിള്ളേർക്ക് ഒരു കുട്ട ടോയ്സും കിട്ടിയിട്ടുണ്ട്. ബൊമ്മകൾ. ഓ എന്റെ ഓ ഇത് നല്ല ക്യൂട്ട് സാധനം. ബെയർ ബ്രിക്സിന്റെ അയൺമാൻ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്നുള്ളത് വ്ളോഗ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഗൈസ്. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ കിട്ടിയത് ഗൈസ് ഈ ഒരു സാധനം മിനി ക്യാമറ. ഇതിനെയാണ് ക്യാമറ എന്ന് പറയുന്നത്. കോഡാക്കിൻ്റെ. ഇത് നമുക്ക് ഇങ്ങനെ ചെറിയ ഇത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊരു വിൻറ്റേജ് ലെവൽ സാധനമാണ്. ഞാൻ നോക്കട്ടെ ഏതാണ് ലാസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഗൈസ് കുറച്ച് ഫൺ സ്റ്റഫ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് ആൻഡ് യൂസ് ചെയ്ത് നോക്കട്ടെ. സമയമുണ്ടല്ലോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. ഇമേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലെയർ ചെയ്ത് അടിക്കാൻ നല്ലതാണ്. നല്ല ഫ്രഷ് മണമാണ്. വേറെ ഈ പറയുന്ന അൽഹാജീസിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ പെർഫ്യൂം ഇതാണ്. എനിക്കറിയാം. ഇത് ഈ സാധനം നല്ല സൂപ്പർ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ എപ്പോൾ വന്നാലും ഞാൻ ഇത് കൊണ്ടുവരാൻ പറയും. അതല്ലേ ഞാൻ തന്നെ. ഇതൊരു രക്ഷയില്ലാത്ത മണമാണ് ഗൈസ്. അതായത് എൻ്റെ ഒരു സിഗ്നേച്ചർ സ്മെല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ബിനിക്ക് കൊടുക്കാൻ വേണ്ടി ഇമ്പീരിയൽ വാലി. വൈറലായ പെർഫ്യൂമാണ് ഇപ്പോഴത്തെ വൺ ഓഫ് ദ മോസ്റ്റ് വൈറൽ പെർഫ്യൂം. ദുബായ് ബേസ്ഡ് ബ്രാൻഡാണ്. ദുബായിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു
പെട്ടി എന്താ പെട്ടിയെന്നറിയാം മുട്ടേരാ മറ്റേ പാക്കറ്റും അല്ല അടിച്ചോ എൻ്റെ ഒരു വിരലടി ഓ ഇതൊരു അറബി ഇത് കട്ട അറബി സ്മെല്ല് ഓ ഇത് മറ്റേ കറക്റ്റ് നമ്മള് ദുബായില് നമ്മൾ മറ്റേ മോളിലൊക്കെ പോകുമ്പം അറബിയുടെ സൈഡിൽ കൂടെ പോകില്ലേ കറക്റ്റ് ആ സ്മെല്ല് ഗൈസ് ഓ പെർഫെക്റ്റ് അറബി സ്മെൽ ഇത് അറബി ആണുങ്ങൾ അടിക്കാറുണ്ട് കേട്ടാ ഇത് ഞാൻ ഈ സ്മെല്ല് ഗൈസ് വളരെ പരിചിതമായ സ്മെല്ലാണ് കുറെ സ്പ്രേ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ഞാൻ മാറി മാറി അടിക്കുന്നതായിരിക്കും പിന്നെ നമ്മളല്ലേ ഇപ്പം വരുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ സ്പ്രേ ഇങ്ങനെ വരുന്നു ഞാൻ അതൊക്കെ മൊത്തം അടിച്ചു തീർക്കുന്നു എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഇന്ന് കിട്ടിയതിൽ ഇത് നമ്മുടെ റുബിൻ്റെ അസ്മാരി കൊള്ളാം ഗൈസ് നല്ല മണം പിന്നെ എൻ്റെ ഇമേജ് പിന്നെ ഈ ഒബ്സീഡിയൻ കൊള്ളാം ഇത് സീന് സാധനം കേട്ടോ കറക്റ്റ് ഒരു ക്രീം ബിസ്ക്കറ്റിൻ്റെ ഒക്കെ മണം ഭയങ്കര ഒരു ഫ്രൂട്ടി മറ്റേ സിട്രസി സ്മെല്ലാണ് അപ്പോൾ എന്തായാലും ഗൈസ് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കട്ടെ ഇപ്പം ഇബിനു വരുമെന്ന് തോന്നുന്നു ഇബിനു നൊമാഡിനും വരുമെന്ന് തോന്നുന്നു വ്ലോഗ് കണ്ടിന്യൂസ് ഗൈസ് അങ്ങനെ ഗൈസ് ഷാസ് വരുന്ന പ്രമാണിച്ച് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പാലാട അവന് ബിക്കോസ് ഗോതമ്പ് അലർജി ആയതുകൊണ്ടാണ് നമ്മുടെ മണം തിന്നു നോക്കിയാണ് ഞാനും കഴിക്കട്ടെ കൊള്ളാന്നോണ്ട് ഗൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ആൻഡ് പാലാട ഉണ്ട് എന്ത് സോഫ്റ്റ് ആണെന്നുണ്ട് ഇത് ട്രിവാൻഡ്രത്ത് മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ് ഒരു അപ്പം പോലത്തെ ആയിട്ടുണ്ട് ഗൈസ് പക്ഷെ നല്ല ടേസ്റ്റാണ് ലെറ്റ് മീ ട്രൈ സ്പൈസി ട്രൈ ചിക്കൻ ഫ്രൈ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഗൈസ് അതിനെ എക്സ്ട്രാ ക്രഞ്ചി ആക്കി നല്ല ടേസ്റ്റാണ് അടിപൊളി സൂപ്പർ ഗൈസ് ഇന്നത്തെ ഫുഡ് പൊളി ടേസ്റ്റ് സോ യമ്മി കറി നല്ല ടേസ്റ്റ് നല്ല ചൂട് സോ ഗുഡ് ഇതിങ്ങനെ എടുക്കുക നല്ല ചിക്കൻ ലെഗ് അതിൻ്റെ ഔട്ടറിലെ ഒരു ക്രിസ്പിനെസ് ഒരു രക്ഷയല്ല നല്ല കിടിലുണ്ട് നല്ല മാരിനേഷൻ കേട്ടോ കൊള്ളാം കഴിച്ചിട്ട് വരാം ഗൈസ് സൂപ്പർ ടേസ്റ്റ് ഗൈസ് F1-ൻ്റെ കാറ് കിട്ടിയതുപോലെ അതേ സമയത്ത് നമുക്ക് കിറ്റ്കാറ്റ് F1 കിട്ടിയിരിക്കുകയാണ് F1-ൻ്റെ ഒഫീഷ്യൽ ചോക്ലേറ്റ് ബാർ നമുക്കൊരെണ്ണം അൺബോക്സ് ചെയ്ത് കഴിച്ച് നോക്കാം വാട്ട്സേ ഇതാണ് F1 കിറ്റ്കാറ്റ് F1 കാറിൻ്റെ ഷേപ്പിലിരിക്കും കിറ്റ്കാറ്റ് സീൻ ഇതെടുക്കുക സിമ്പിൾ നമ്മുടെ നാട്ടിൽ കിറ്റ്കാറ്റ് ആണ് എടുക്കുന്നത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന കിറ്റ്കാറ്റിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നറിയോ പോളി ടേസ്റ്റ് അതൊരു ക്രഞ്ചും ആ വേഫറിൻ്റെ അത് ഇവർ വേറെ രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു കിറ്റ്കാറ്റിൽ ചെറിയതല്ലേ നല്ല ക്രഞ്ചി നല്ല കിഡിലൻ ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റ് ഉണ്ടല്ലോ കഴിച്ച് കഴിഞ്ഞാൽ പിണ്ണാക്കുമല്ലേ കിറ്റ്കാറ്റ് എന്നാണ് നമ്മളെ ഗവൺമെൻറ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണത് ഫുഡിൻ്റെ ക്വാളിറ്റിയിലും പരിപാടിയിലും കൊടുക്കണതൊക്കെ പൈസയാണ് എന്നാലും ഇൻ്റർനാഷണൽ ഉള്ളവർക്ക് ഒരു ക്വാളിറ്റി നമുക്ക് വേറൊരു ക്വാളിറ്റി എന്ന് നന്നാവുമെന്തോ നാട് കണ്ടറിയാം എനിവേസ് നമ്മൾ അടുത്തിന് കഫിക്കാനേ പോകണം കേസ് അവിടെ നൊമാഡിയനും ഇബിനും ഒക്കെ വരുന്നുണ്ട് ഇബിനുവിന് ഒരു ഷൂസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ജോർഡൻ അവൻ്റെ ബർത്ത്ഡേ ആണ് 13-ാം തീയതി അപ്പോൾ നമ്മൾ നേരത്തെ അവൻ്റെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരു ഷൂസ് ഞാൻ നൊമാഡിയൻ ജസ്റ്റ് കത്തി വയ്ക്കാൻ വേണ്ടി വേണം ഇറങ്ങിയല്ലേ അപ്പോൾ ശരി ഗൈസ് ലെറ്റ്സ് ഗോ മിസ്റ്റർ സഹൽ എന്തൊക്കെ ഉണ്ട് വിശേഷം ജിമ്മിലും പോയില്ലേ സമയമായല്ലേ പോകാറായല്ല ഇതാണ് ഇബിനുവിൻ്റെ ഷൂസ് ഗിഫ്റ്റ് ജോർഡൻ ശരി ഗൈസ് അതിട്ട് വരാം ഗൈസ് വെറും 500 പീസ് മാത്രമുള്ള ജി ഷോക്ക് അടിച്ചു മാറ്റണമെന്നൊക്കെ ഉണ്ട് പക്ഷെ 2300 ദറത്തിൻ്റെ സാധാരണ ജി ഷോക്കാണ് ഗൈസ് അതിൻ്റെ ബാക്കിലുണ്ട് ഈ IFL വാച്ചസ് എന്ന് പറഞ്ഞിട്ട് അവന്മാരെ ലിമിറ്റഡ് എഡിഷൻ ഹാൻഡ് പെയിൻറ്റഡ് ഡയലാണ് അതാണ് ഈ പൈസ അകത്തുള്ളത് ഹാൻഡ് പെയിന്റഡ് ആണ് അതന്നെ ഡയല് ഹാൻഡ് പെയിൻറ്റഡ് ഡയലും ഇത് കസ്റ്റം മെയ്ഡ് സ്ട്രാപ്പും അതാണ് സംഭവം ഫുള്ളൊരു ഗ്രാഫിറ്റി ആർട്ട് വർക്ക് പരിപാടി ഞാൻ കയ്യിലിട്ട് വേട്ടെ എൻ്റെ കൈ ചേരുന്നുണ്ടോയെന്ന് വേണം എൻ്റെ കൈക്ക് ചേരുന്നുണ്ടോ എന്ന് പറയൂ ഗൈസ് ഒരുമാതിരി ചെറിയ അവൻ ചീക്കണൊക്കെയാണ് അവനറിയാം ഇതാരുടെ കൈ കിടന്നാലാണ് കൊള്ളാം കേട്ടോ രസമുണ്ട് പക്ഷെ കുറച്ചുകൂടെ കളർഫുൾ കളറിന് കുറച്ചുകൂടെ പഞ്ച് വേണമായിരുന്നു കൊള്ളാം ഗൈസ് രസമുണ്ട് വെറും 2600 രൂപ ജിഷോ അല്ല 2600 ദിറംസ് സോറി രൂപയല്ല ഗൈസ് 2300 ദിറംസ് എനിവേസ് നമ്മൾ എൻ്റെ സാധാ വാച്ച് എവിടെ അതായിരിക്കും ഈ സാധനം കിട്ടൂല ഗൈസ് ഒന്നാമത്തെ കാര്യം ഈ സാധനം 500 പീസ് ഇത് ഡിസ്കണ്ടിന്യൂഡ് ആണ് ലീഗ് ഓഫ് ലെജൻഡ്സ് സാധനം കിട്ടൂല എത്ര പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ സാധനം ഓൾ ടൈം ഫേവറേറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് യൂസ് ഇതിപ്പോൾ കാലിക്കറ്റിലും ഹീറ്റാണ് കേട്ടോ ആൾക്കാർ മൊത്തം ഈ യൂസ് വാങ്ങിച്ച് കുടിക്കില്ല തന്നെ സകല ആൾക്കാരുടെയും ഫേവറേറ്റ് സാധനമാണ് ഇത് സംഭവം
കുടിക്കാത്തവർ കുടിക്കുക ഗൈസ്, then you will understand why I am saying it. അവൻ്റെ ദിനക് ദിനാകനൊക്കെ അവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ ദിനക് ഡാക്കൊന്നും ഇടൂല. ഇവിടെ വെറും ഒരു നൊമാഡിയൻ. ഓ മൈ ഗോഡ്, വാട്ട് ടേസ്റ്റ് ഗൈസ്, സൂപ്പർ ടേസ്റ്റ്. യൂസു കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് ഗൈസ് ഇവിടെ. സത്യം പറഞ്ഞാൽ മിസ്റ്റർ നൊമാഡിയൻ വന്നിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവൻ വന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. ഓ, കാറിൻ്റെ അവിടെ കൊണ്ട് ചേർത്തിരിച്ചിരിക്കുകയാണ് വേറൊരു കാറിനാ. നീരജ് മാധവിൻ്റെ ഒക്കെ കൂടെ ഇന്ന് കണ്ടന്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഓ ചോക്ലേറ്റ് വിത്ത് ബ്രൗണി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഇറ്റ് ഗൈസ്. അല്ല, അത് ബ്രൗണി, ഇത് ഓ ചോക്ലേറ്റ് ബ്രൗണി. പിന്നെ ഹോം ബേക്കറിന്നൊക്കെ കഴിച്ചിട്ടുള്ളവന്മാർക്ക് ഇതൊന്നും വലിയ സീനില്ല. കരിപ്പട്ടിയായത്. ഓ മൈ ഗോഡ്, എനിക്ക് കരിപ്പട്ടിയായിട്ട് തോന്നിയില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇവൻ മറ്റേ അവിടുത്തെ മറ്റേ മിഷലിൻ സ്റ്റാർ ബ്രൗണിയൊക്കെയാണ് കമ്പയർ ചെയ്യണം കേട്ടാ. കരിപ്പട്ടി നമ്മളെ നാട്ടിലെ ചോക്ലേറ്റിനാ. നിനക്ക് ഇഷ്ടപ്പെട്ടാടാ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ ഷിറ്റ്, രണ്ടുപേരും കണക്കാണ് കേട്ടാ. എടേ നല്ല രസമുണ്ട് കേട്ടോ. ആർക്കും വേണ്ടെങ്കിൽ നമുക്ക് തിന്നു തീർക്കാടാ. 2500 ദിർഹംസ് എന്ന് പറഞ്ഞൊരു വിശ്വാസം വരുന്നില്ല. അവന് വേറെ ടീമും ഉണ്ടോ വരയ്ക്കാനായിട്ട്? സിറ്റിസന്റെ ഒക്കെ വാച്ചിന്റെ അകത്തുണ്ട്, ഗോക്കുവിനെ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല വാച്ച്. ഗൈസ്, ഇതാണ് നമ്മുടെ കപ്പിക്കാനയിലെ ഫേമസ് ആയിട്ടുള്ള ഓണിയൻ റൈസ്. അവന് വിശക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. അവൻ്റെ ഫേവറേറ്റ് ആണ്. അവനുണ്ട്, സൂപ്പർ അല്ലേ? അത് ഇവരുടെ ഈ ഒരു സോസ് നല്ല. അവിടെ വാ പൊള്ളി ഇരിക്കുകയാണ് കേട്ടാ. ഇവിടെ എൻ്റെ വാരാണ് ചറ പൊള്ളിയാണ് കേട്ടാ. ഇന്നലെ എന്താണ് കഴിച്ചതേ? ഇന്നലെ പാസ്തയാണ് കഴിച്ചാ? ഇന്നലെ ബർഗർ എടുത്ത് കഴിച്ച് പണ്ടാന വാ പൊള്ളി പോയി. അതിന് മുമ്പേ എഗ് പപ്സ് കഴിച്ച് വാ പൊള്ളി. ഇത് സൂപ്പർ സാധനമാണ് കഴിച്ച്. ഈ ഒണിയൻ റിങ്സ് ഉണ്ടോ വന്ന് മാത്രമേ ഓർമ്മയുള്ളൂ, അതിന് മുമ്പേ തീർന്നു. തിരിച്ചു വേണോ നീ? അങ്ങനെ നൊമാഡിയൻ പോവാണ് ഗൈസ്. ഇനിയിപ്പോ കൊച്ചിയിൽ അതായത് എല്ലാരും കാണുന്നുണ്ട് അവന്റെ വ്ളോഗിന്റെ സാധനം, എന്റെ വ്ളോഗിന്റെ സാധനം. അപ്പൊ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഈ ചെറിയ വ്ളോഗറിനെ കിട്ടട്ടെ, നല്ല കാര്യമല്ലേ? എല്ലാവർക്കും കിട്ടട്ടെ റീച്ച്. ആദ്യമായിട്ടാണ് നീ കാണുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നൊമാഡിയൻ ഈ കാറും കാണിച്ച് ഓ ചെളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ചെയ്താലോ? അത് ചൂണ്ടാണ് ചെയ്താലോ? ഓ വേണ്ടടേ. എന്താ പറഞ്ഞ ഇബിന് വന്നിരിക്കുകയാണ് ഗൈസ്. ഓ, നമ്മളെ വണ്ടി 3 വണ്ടികളും അടുപ്പിച്ച് കിടപ്പുണ്ട്. ആൻഡ് ദ സൈക്കാട്രിസ്റ്റ് തംജിദ എന്ത് ഓക്കെ സൈക്കോളജിസ്റ്റ് കം മോഡൽ ആൻഡ് മിസ്റ്റർ റെബിനു. ഇവനൊക്കെ അകത്ത് ഇത് 1 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്തുണ്ട്? ടെൻഡർലോയിൻ സ്റ്റേക്ക് നൊമാഡിയൻ്റെ വിത്ത് ഓണിയൻ റിങ്സ്. സാധനം നല്ലതാണ് ഗൈസ്, ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ബീഫ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഐറ്റമാണ് ഇവിടുത്തെ ബീഫ് സ്റ്റേക്ക്. നമ്മൾ മീഡിയം വെല്ലാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കാണാമല്ലേ? കഴിക്കണില്ലേ? അങ്ങനെ ഉണ്ടെന്ന് പറ. ഇതാണ് ഗൈസ് അവൻ്റെ സ്റ്റേക്ക്. ഡെലിഷ്യസ്. എന്തോന്ന്? ഓ, ഇത് അവൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. നീയും ബ്ലൂ ആണോ പറഞ്ഞ? അല്ലല്ല, ഇവിടെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എബിനു. പൊളിക്ക് ഗൈസ്. ഇതാണ് ഷൂസ്. എനിക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനത്തിന് ഈ സെയിം മോഡലിന് ബ്ലാക്കും വൈറ്റും ഗൈസ്. എനിക്ക് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവൻ പിന്നെ കളർഫുൾ ഐറ്റം മാത്രം ഇടുന്നതുകൊണ്ട് അവന് ഇഷ്ടപ്പെടും. ന്യൂ ബാലൻസിൻ്റെ വേറൊരു ഷൂ സീനല്ലേ? ജോർഡൻ ഫ്രം ദുബായ് സെറ്റ്. ആഞ്ഞു വെട്ടറ ഈ കത്തിക്ക് മൂർച്ചയില്ലേ? അത് ഇതാണ്. ഇവിടുത്തെ സ്റ്റേക്കിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഇപ്പം അറിയാം. കൊള്ളാവോ ഇല്ലയോ? ആക്ഷൻ കാണിച്ചത് ചൂയാണോ?
നിനക്ക് പറ്റൂലല്ലോ. എനിക്ക് മറ്റേ വെന്ത ബീഫാണ് ഇഷ്ടമല്ലേ, മറ്റേ വെൽഡൺ ആയിട്ടുള്ളതാ ജ്യൂസ്. അപ്പം വെൽഡൺ ആയിരുന്നു ഗൈസ് അവർക്കൊക്കെ ഇഷ്ടം. അല്ല അവന് കുഴപ്പമില്ല, പുള്ളിക്കാരിക്ക് വെൽഡാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് അത് സീനില്ല. അപ്പോൾ ശരി ഗൈസ്, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ദയവ് അവിടെ നിന്നുകൊണ്ട് വ്ളോഗ് എടുക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, ബൈ. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അടിച്ച് പൊളിക്കും. അപ്പോൾ ശരി അടേ, അപ്പോൾ ശരി, ബൈ ബൈ. ഹാവ് എ സേഫ് ട്രിപ്പ്. പിന്നെ ഇനി കാണൂലല്ലോ അങ്ങനെ സംസാരം. അല്ല നീ പോയല്ലേ. Next month I'll be here. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ പോവാണ്. ബൈ. ഒരു കുപ്പി കോൾഡ് ബ്രൂ ഫ്രം കഫിക്കാന. നൈസ്. എന്റെ പൊന്ന് ഗൈസ്, ഇത് രാവിലെ ജിമ്മ് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള അപ്പൊ ഗൈസ് നാളത്തെ പോസ്റ്റ് വർക്കൗട്ട് അല്ല പ്രീ വർക്കൗട്ട് എന്റെ ഡ്രിങ്ക് ആണ് കോൾഡ് ബ്രൂ. അവൻ ഇതൊക്കെ അരിഷ്ടമായിട്ടേ തോന്നുള്ളൂ. അപ്പൊ ഗൈസ് എനിവേസ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു, വീട്ടിൽ പോവാണ്. നാളെ കാണാം ഗൈസ്. നാളെ കാണാം, അടുത്ത വ്ളോഗ് കാണാം ഗൈസ്. അപ്പം ഇന്നത്തേക്കുള്ള പരിപാടിയൊക്കെ ഓവർ. ടാറ്റ.